നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ നഗരസഭയിലെ വാക്സിൻ വിതരണത്തിലെ ക്രമക്കേട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട LDF കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. വാക്സിൻ അട്ടിമറിച്ചിൽ പ്രതിഷേധിച്ച BJP കൗൺസിലർമാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. വാക്സിൻ വിതരണത്തിൽ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയാണെന്ന LDF BJP കൗൺസിലർമാർ. നമ്മൾ ഈ ഇടത്തെ കൈകൊണ്ട് ഫൈന് വാങ്ങുക, വലത്തെ കൈകൊണ്ട് കിറ്റ് കൊടുക്കുക, അത് മാത്രം തുടർന്നാൽ കോവിഡ് കാലത്ത് കിറ്റ് മാത്രമല്ല പണവും സർക്കാർ നൽകണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലാണ് കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം പറഞ്ഞത്. ജനങ്ങളുടെ കയ്യിൽ പണമാണ് ഇല്ലാത്തത്, പണം ജനങ്ങൾക്ക് നേരിട്ട് എത്തിക്കുമെന്നായിരുന്നു UDF വാഗ്ദാനമെന്നും കുഞ്ഞാലിക്കുട്ടി. +2 PHSC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. ഗവേഷക വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. ഹാരിസ് കോട്ടമ്പുഴയെയാണ് തേഞ്ഞിപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് നിന്ന് 22,129 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,79,130 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ജില്ലയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 4,000 കടന്നു. 4,212 പേർക്കാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. വാർത്തകൾ വിശദമായി. താനൂർ നഗരസഭയിലെ വാക്സിൻ വിതരണത്തിലെ ക്രമക്കേട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട താനൂർ നഗരസഭയിലെ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. നഗരസഭയ്ക്ക് അനുവദിച്ച വാക്സിൻ വാർഡുകളിലേക്ക് വീതിച്ചു നൽകുന്നതിന് പകരം മുസ്ലിം ലീഗ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. താനൂർ നഗരസഭയിലെ വാക്സിൻ വിതരണത്തിലെ ക്രമക്കേട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭയിലെ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. നഗരസഭയ്ക്ക് അനുവദിച്ച വാക്സിൻ വാർഡുകളിലേക്ക് വീതിച്ചു നൽകുന്നതിന് പകരം മുസ്ലിം ലീഗിന്റെ ഏകപക്ഷീയ നിലപാട് സ്വീകരിക്കുകയാണെന്നും കൗൺസിലർമാർ പറഞ്ഞു. വേങ്ങരന്നും ചെട്ടിയമാടുന്നും അതേപോലെ തിരൂരും ഒഴിയൂരും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ലീഗ് പ്രതിനിധികളുടെ കുടുംബങ്ങൾ വന്ന് വാക്സിനേറ്റ് അടിച്ചു പോകുന്ന സ്ഥിതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CHSC സൂപ്രണ്ടും അതുപോലെ ചെയർമാനും അടക്കമുള്ള കമ്മിറ്റികളിൽ തീരുമാനമെടുത്തതാണ് ഫസ്റ്റ് ഡോസ് ഇല്ല കൊടുക്കേണ്ടത്, സെക്കൻഡ് ഡോസ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ഡോസ് കൊടുത്താൽ മതിയെന്ന്. ഇന്നലെ മാത്രം ഫസ്റ്റ് ഡോസ് കൊടുത്തത് 700 ചില്ലാനും ഫസ്റ്റ് ഡോസുകൾ ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. സെക്കൻഡ് ഡോസുകൾ 112 ദിവസം കഴിഞ്ഞാൽ അവസാനിക്കുന്നതാണ്. ആ സാധ്യത്തിൽ 112 ആയ ദിവസമുള്ള ആളുകൾക്ക് കൊടുക്കാതെ ഫസ്റ്റ് ഡോസ് ലീഗ് വൽക്കരിച്ചുകൊണ്ട് അവരവരുടെ കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടാണ് വാക്സിനേഷൻ അടിച്ചു പോകുന്നത്. ഈ രീതി തെറ്റാണ്. മുഴുവൻ ആളുകളും ഇന്നലെ തിരിച്ചു പോവുകയാണ് ചെയ്ത്. പ്രായമുള്ള ആളുകൾ അതേപോലെ തന്നെ അസുഖമുള്ള ആളുകൾ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി ക്യാമ്പിലെത്തിയപ്പോൾ അവർക്ക് വാക്സിനേഷൻ ഇല്ല. ആ വാക്സിനേഷൻ മുഴുവനും ലീഗ് വൽക്കരിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വാക്സിൻ ലഭിക്കാതിരിക്കുകയും മുസ്ലിം ലീഗ് കൗൺസിലർമാർ നിശ്ചയിക്കപ്പെടുന്നവർക്ക് മാത്രം വാക്സിൻ നൽകുകയും ചെയ്യുകയാണ്. പ്രതിപക്ഷ കൗൺസിലർമാരെ പരിഗണിക്കാതെ മുസ്ലിം ലീഗ് കൗൺസിലർമാർ രാഷ്ട്രീയ പ്രേരിതമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും വാക്സിൻ വിതരണത്തിൽ ചെയർമാൻ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. കൗൺസിലർമാരായ PT അക്ബർ, രുക്മിണി സുന്ദരൻ, E കുമാരി, റൂബി ഫൗസി, സുചിത്ര, സന്തോഷ് എന്നിവർ പങ്കെടുത്തു. താനൂർ നഗരസഭാ ഭരണസമിതി വാക്സിൻ അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയിൽ ലീഗ് പ്രവർത്തകർക്കും ചെയർമാന്റെയും ലീഗിന്റെ മറ്റ് കൗൺസിലർമാരുടെയും ബന്ധുക്കൾക്കും വാക്സിൻ നൽകുകയാണെന്ന് BJP ആരോപിച്ചു. താനൂർ നഗരസഭ ഭരണസമിതി വാക്സിൻ അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയിൽ ലീഗ് പ്രവർത്തകർക്കും ചെയർമാന്റെയും ലീഗിന്റെയും മറ്റ് കൗൺസിലർമാരുടെയും ബന്ധുക്കൾക്കും വാക്സിൻ നൽകുകയാണ് മുനിസിപ്പാലിറ്റി ഭരണസമിതി ചെയ്യുന്നത്. സെക്കൻഡ് ഡോസ് വാക്സിന് ഡേറ്റ് കഴിഞ്ഞിട്ടും വാക്സിൻ എടുക്കാൻ കഴിയാതെ ഒട്ടനവധി ആളുകളാണ് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളത്. ഇവരെ വകവെക്കാതെ ഭരണസമിതിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയാണ് താനൂർ CHSCയിലെ ഓഫീസർമാരും താനൂർ ഹെൽത്ത് ഓഫീസറും ചെയ്യുന്നതെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കാട്ടുങ്ങൽ പ്രഭാകരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം താനൂർ CHSCയിലും താനൂർ PVS ഓഡിറ്റോറിയത്തിലും വെച്ച് നടന്ന വാക്സിനേഷൻ ക്യാമ്പിലാണ് ഇത്തരത്തിൽ 1000-ഓളം വാക്സിൻ അട്ടിമറിച്ചത്. 1345 ഡോസ് വാക്സിൻ നൽകപ്പെട്ടു എന്നാണ് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ വന്ന വിവരം. അതിൻ പ്രകാരമാണെങ്കിൽ നേരത്തെ ഭരണസമിതി നിശ്ചയിച്ചതനുസരിച്ച് മുനിസിപ്പാലിറ്റിയിലെ സെക്കൻഡ് ഡോസ് ഡ്യൂ ആയ ആളുകൾക്കെല്ലാം വാക്സിൻ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഡോസ് ആരംഭിക്കാമെന്നാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ള സമിതി തീരുമാനമെടുത്തത്. ഘടകവിരുദ്ധമായിട്ടാണ് ഇന്നലെ നടന്നത്. ഇന്നലെ രാവിലെ ബീച്ചിലെ കടപ്പുറം ഭാഗത്തെ മുഴുവൻ വാർഡുകളിലേക്ക് 300 ഡോസ് വാക്സിൻ അടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 300 വാക്സിൻ അവർക്ക് കൊടുത്തു. അതുകൂടാതെ ഗർഭിണികൾക്ക്
ഗവൺമെന്റ് മുറ പോലെ കൊടുക്കുന്ന ഗർഭിണികൾക്കും വിദേശത്ത് പോകാനുള്ളവർക്കും വാക്സിൻ കൊടുത്തു. ബാലൻസ് എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 800 ഡോസ് വാക്സിൻ വരണം. അങ്ങനെയാണെങ്കിൽ തന്നെ കൗൺസിലർമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് 647 ഡോസാണ് വാക്സിൻ ആവശ്യമുള്ളത്. പക്ഷേ ആ കൗൺസിലർമാർ ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ TVS ഓഡിറ്റോറിയത്തിലേക്കും സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളുകൾക്ക് വാക്സിൻ എടുക്കാൻ പറ്റാതെ മടങ്ങി പോരേണ്ടി വന്നു. ചോദ്യം ചെയ്യാൻ ചെന്ന മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവും BJP കൗൺസിലറുമായ ദിബീഷ് അടക്കമുള്ള BJP കൗൺസിലർമാരെ ലീഗിന്റെ ഗുണ്ടകളെ അയച്ച് കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെയാണ് BJP കൗൺസിലർമാർ താനൂർ നഗരസഭ ഉപരോധിച്ചത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ദിബീഷ്, കൗൺസിലർമാരായ കൃഷ്ണൻ, P. സുമിത, ബീന, ഗീത, BJP മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് കാലത്ത് കിറ്റ് മാത്രമല്ല പണവും സർക്കാർ നൽകണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലാണ് കുഞ്ഞാലിക്കുട്ടി കാര്യം പറഞ്ഞത്. ജനങ്ങളുടെ കയ്യിൽ പണമാണ് ഇല്ലാത്തത്. പണം ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കുമെന്നായിരുന്നു UDF വാഗ്ദാനമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വരുമാനം നിലച്ച ലോക്ക്ഡൌൺ കാലത്ത് ഓരോ കാർഡുടമയ്ക്കും 5000 രൂപയെങ്കിലും കയ്യിലെത്താനുള്ള സംവിധാനം സർക്കാർ ചെയ്യണമെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ ആവശ്യപ്പെട്ടു. നമ്മൾ ഈ ഇടത്തെ കൈകൊണ്ട് ഫൈന് വാങ്ങുക, വലത്തെ കൈകൊണ്ട് കിറ്റ് കൊടുക്കുക, അത് മാത്രം തുടർന്നാൽ ഈ എക്കണോമി ശരിയാവുമോ? ഫൈന് കാവുന്നത്ര ഫൈന് കളക്ട് ചെയ്യാം. വല്ലവനും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ എവിടേക്കെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനാണ് അവൻ പായുന്നത്. കൂലിവേലക്കാരന് ഭയങ്കര കഷ്ടമാണ്. കൂലിവേലക്കാരന് പണിയില്ല. രാവിലെ ഇറങ്ങണ്ടേ, പോകുമ്പോൾ പിടിക്കും, ഫൈനിടും. ആ ഫൈന് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക എന്ന ഒരു പോളിസി പോലീസുകാരെ കൈ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചു വാങ്ങുക, വലത്തെ കൈ കൊണ്ട് വലിയ സൗജന്യം കൊടുക്കുന്ന കൊട്ടി ഘോഷിച്ച ഒരു കിറ്റ് അങ്ങോട്ട് കൊടുക്കും. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാർ പരാജയപ്പെട്ടു. എല്ലാ മേഖലകളിലും ആത്മഹത്യകൾ നടക്കുന്നു. ഇടത്തെ കൈകൊണ്ട് ഫൈൻ വാങ്ങി വലത്തെ കൈകൊണ്ട് കിറ്റ് നൽകുന്ന സമീപനമാണ് സർക്കാരിനെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ആരാണ് നമ്മുടെ ഈ കോവിഡ് പോളിസിയും അടച്ചിടൽ നയവും തീരുമാനിക്കുന്നത്? ധനകാര്യമന്ത്രി വളരെ കാഷ്വലായിട്ട് മറുപടി പറയേണ്ട ഒരു വിഷയമല്ലത്. ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. ആരാണ് ഈ അടച്ചിടൽ പോളിസി തീരുമാനിക്കുന്നത്? വളരെ അശാസ്ത്രീയമാണ് അത് എന്നാ പറയുന്നത്. മുഴുവൻ അടച്ചിടുക, എന്നിട്ട് ഇടക്ക് തുറക്കുക. ഈച്ച വരുന്ന മാതിരി കൂട്ടത്തോടെ ആളുകൾ വരിക, എല്ലാവരും കോവിഡും കൊണ്ട് മടങ്ങി പോവുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. ലോകത്തെവിടെ ഇതില്ല. ലോകത്തൊക്കെ ചെയ്തെന്താ, ട്രേസ്, ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൂടുതൽ സമയം കൊടുത്ത്, നിങ്ങളിപ്പോൾ ഏതാണ്ട് ആ ബിവറേജ് കോർപ്പറേഷനിൽ എടുക്കണ നയമില്ല, അത് തന്നെ ആ ബിവറേജ് കോർപ്പറേഷനിൽ ഇത് ഭംഗിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്താ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിക്കൂടെ? ജീവിതത്തിൻ്റെ വിവിധ മേഖലയിൽ സിസ്റ്റം കൊണ്ടുവന്നൂടെ? എന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്നും പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ശമ്പളം തന്നെ സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ കേരളത്തിൽ ഇക്കാലത്ത് 85 ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസമായി കിറ്റ് നൽകിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. കിണറ്റിൽ വീണ ഗർഭിണിയായ ആടിനെ സാഹസികമായി രക്ഷപ്പെടുത്തി. തിരുനാവായ കൈത്തക്കരയിൽ കല്ലിങ്ങൽ സേതുവിന്റെ ഉടമസ്ഥതയിലുള്ള ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ 3 വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ ആടിനെയാണ് തിരൂർ ഫയർഫോഴ്സ് സേന സാഹസികമായി രക്ഷപ്പെടുത്തിയത്. തിരുനാവായ കൈത്തക്കരയിലെ കല്ലിങ്ങൽ സേതുവിന്റെ ഉടമസ്ഥതയിലുള്ള ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ 3 വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ ആടിനെയാണ് തിരൂർ ഫയർഫോഴ്സ് സേന സാഹസികമായി രക്ഷപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാത്രി 7:30 മണിയോടെയാണ് സംഭവം. 40 അടിയിലധികം താഴ്ചയുള്ള അപകടാവസ്ഥയിലുള്ള കിണറ്റിൽ വീണ ആടിനെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഫയർഫോഴ്സ് സേനയെ വിവരം അറിയിച്ചത്. ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ P. നിയാസാണ് അതിസാഹസികമായി കിണറ്റിലിറങ്ങി ആടിനെ ജീവൻ രക്ഷിച്ചത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രമോദ് കുമാർ, സീനിയർ ഫയർ ഓഫീസർമാരായ സജികുമാർ, ഫയർ ഓഫീസർമാരായ നസീർ, പ്രവീൺ, ജിബിൻ, ഉണ്ണികൃഷ്ണൻ, നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. നിരുയിടവേള. വാർത്തകൾ തുടരുന്നു.
+2 VHSC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. കോവിഡും നിയമസഭാ തെരഞ്ഞെടുപ്പും കാരണം വൈകി നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയവും ടാബുലേഷനും വേഗത്തിൽ പൂർത്തിയാക്കിയാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ബുധനാഴ്ച 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. മുൻ വർഷങ്ങളെക്കാൾ ഇത്തവണയും വിജയശതമാനം കൂടുതലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രാക്ടിക്കൽ പരീക്ഷകൾ അവസാനിച്ച് 15 ദിവസങ്ങൾക്കകമാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. ജൂലൈ 15-നാണ് പ്രാക്ടിക്കൽ പരീക്ഷകൾ നടന്നത്. തിയറി പരീക്ഷയും പ്രാക്ടിക്കലും വൈകിയെങ്കിലും ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബുലേഷനും അതാത് സ്കൂളുകളിൽ ചെയ്താണ് ഫലപ്രഖ്യാപനത്തിന് തയ്യാറായത്. ഇതാണ് ഫലം പ്രഖ്യാപിക്കുന്ന നടപടികൾ വേഗത്തിലാക്കിയതും. അടുത്ത മാസം ആദ്യത്തോടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളും നടക്കാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ അതിനു മുമ്പായി +2 ഫലം പ്രഖ്യാപിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ഏറെ ഗുണകരമാകും. കോവിഡും നിയമസഭാ തെരഞ്ഞെടുപ്പും കാരണമാണ് പരീക്ഷാ നടത്തിപ്പ് വൈകിയത്. ഇതിനുശേഷം പരീക്ഷ ആരംഭിക്കാനിരുന്നപ്പോഴേക്കും കോവിഡ് 2ാം തരംഗം ആരംഭിച്ചത് വീണ്ടും പരീക്ഷ നീളാൻ ഇടയാക്കി. ഇതിനിടയിൽ പരീക്ഷ നടത്തുന്നത് ഏറെ വിവാദങ്ങൾക്കും ഇടവച്ചിരുന്നു. ജില്ലയിലെ ഉപരിപഠന രംഗത്ത് നിലനിൽക്കുന്ന കുറവുകൾക്ക് സർക്കാരിൽ നിന്ന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ ജില്ലയുടെ ചുമതലയുള്ള കായിക മന്ത്രി വി അബ്ദുറഹിമാനുമായി ചർച്ച നടത്തി. മന്ത്രിയുടെ താനൂരിലെ വീട്ടിലായിരുന്നു ചർച്ച. ജില്ലയിലെ ഉപരിപഠന രംഗത്ത് നിലനിൽക്കുന്ന കുറവുകൾക്ക് സർക്കാരിൽ നിന്ന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ ജില്ലയുടെ ചുമതലയുള്ള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാനുമായി ചർച്ച നടത്തിയത്. മന്ത്രിയുടെ താനൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച. ഈ വർഷം SSLC ഉപരിപഠനത്തിന് അർഹത നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് തുടർ പഠനം ഹയർ സെക്കൻഡറി പഠനത്തിന് അവസരം ഉണ്ടാക്കണമെന്ന് മലപ്പുറം ജില്ലയുടെ പ്രത്യേക ചാർജും കൂടിയുള്ള കായിക ഹജ്ജ് വകുപ്പ് മന്ത്രിയോട് നേരിട്ട് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി നിവേദനം നൽകി. ഈ വർഷം 10ാം ക്ലാസ് SSLC 75,554 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ ജയിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ എയ്ഡഡിൽ 44,000 സീറ്റുകൾ, സ്വകാര്യ സ്വാശ്രയ മേഖലയിൽ 11,000 സീറ്റും. അപ്പോൾ 55,000 സീറ്റാണ് മൊത്തം ഉള്ളത്. 20,000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമില്ല. വർഷങ്ങളായി SSLC പരീക്ഷയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിജയമുള്ള ജില്ലയിൽ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് തുടർ പഠനത്തിലുള്ള സീറ്റുകളോ ബാച്ചുകളോ നിലവിൽ ലഭ്യമല്ല. ജില്ലയിൽ 75,554 വിദ്യാർത്ഥികളാണ് SSLCയിൽ വിജയിച്ചത്. നിലവിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ 44,000 സീറ്റുകൾ മാത്രമാണുള്ളത്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 11,000 സീറ്റുകൾ കൂടിയാൽ തന്നെ 55,000 മാത്രമാണ് ഉണ്ടാവുക. ഇതിന് പരിഹാരം ഉടനെ ഉണ്ടാകണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്നും പല വിദ്യാലയങ്ങളുടെയും പണി പൂർത്തീകരിച്ചില്ല. അപ്പോൾ ക്ലാസ് മുറികളുടെ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ അത് നികത്താൻ പുതിയ കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ട്. പലതും പണി പൂർത്തിയായി വരികയാണ്. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിനകത്തുള്ള ഇത്രയും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തന്നെയാണ് നമ്മൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നമ്മൾ ഈ കാര്യത്തിൽ മുന്തിയ പരിഗണന തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ സംസ്ഥാനത്തിൽ തന്നെ മലപ്പുറം ജില്ലക്ക് പുറത്ത് ഒഴിഞ്ഞു കൊടുക്കുന്ന സീറ്റുകളിൽ ഭൂരിഭാഗം ബാച്ചുകളും നമ്മൾ ജില്ലയിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേവദാർ പോലുള്ള വിദ്യാലയങ്ങളിൽ പുതിയ സയൻസ് ബാച്ചുകളൊക്കെ അന്ന് 19 അനുവദിച്ചു. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇനിയും ഉണ്ടാവും. SYS SSF ജില്ലാ സോൺ ഡിവിഷൻ നേതാക്കളായ സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി, അബ്ദുൽ കരീം ഹാജി താനൂർ, മുഹമ്മദ് കുട്ടി തിരൂർ, അഹമ്മദ് അബ്ദുള്ള, സിറാജുദ്ദീൻ, അഷ്റഫ് സക്കാഫി, നൌഫൽ താനൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ വാക്സിൻ വിതരണത്തിലെ അട്ടിമറിക്കെതിരെ ABVP തിരൂർ നഗര സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഈശ്വര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വാക്സിൻ വിതരണത്തിലെ അട്ടിമറിക്കെതിരെയാണ് ABVP തിരൂർ നഗര സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഈശ്വര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിഭാഗ് ജോയിന്റ് കൺവീനർ അഭിലാഷ്, നഗർ സമിതി അംഗങ്ങൾ ജിഷ്ണു, ജിബിൻ, അർജുൻ, അശ്വിൻ, വിജയ് എന്നിവർ പങ്കെടുത്തു.
തിരൂർ നഗരസഭ 10ാം വാർഡിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മുസ്ലിം യൂത്ത് ലീഗും MSF കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ നൽകിക്കൊണ്ട് തിരൂർ മണ്ഡലം MLA കുറുക്കോള് മൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭ 10ാം വാർഡിലെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മുസ്ലിം യൂത്ത് ലീഗും MSF കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ നൽകിക്കൊണ്ട് തിരൂർ മണ്ഡലം MLA കുറുക്കോള് മൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നല്ല പ്രശസ്തമായി വിജയം നേടിയ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ തുടർന്നും എല്ലാ വിജയവും നമ്മുടെ സിറ്റാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കുട്ടികളെ, ഇതാണ് വലിയൊരു അംഗീകാരം എന്ന് നിങ്ങൾക്ക് എഴുതിയിരിക്കാൻ. ഈ പ്രായത്തിൽ ഈ പഠനകാലത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അംഗീകാരം. നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടാനില്ല. ഇനിയും വലിയ വലിയ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടാൻ നിങ്ങൾ പാകപ്പെടണം എന്നാണ് എനിക്ക് പറയുന്നത്. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ കൗൺസിലർ KP ഹുസൈൻ, തിരൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറി അൻവർ പാറയിൽ, മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി ഹുസൻബായ്, മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് ഹംസ ഹാജി, മുസ്ലിം ലീഗ് വാർഡ് ട്രഷറർ AK യാഹു, 11ാം വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി ഹംസ മാസ്റ്റർ, KMCC ബഷീർ, ഷിഹാബ് തങ്ങൾ ചാരിറ്റി പ്രസിഡന്റ് ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഗവേഷക വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. ഹാരിസ് കോടമ്പുഴയെയാണ് തേഞ്ഞിപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഹാരിസ് കോടമ്പുഴയെയാണ് തേഞ്ഞിപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് അറസ്റ്റ്. പരാതിയെ തുടർന്ന് നേരത്തെ ഹാരിസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ മാസം 5-നാണ് വിദ്യാർത്ഥിനി യൂണിവേഴ്സിറ്റി ആഭ്യന്തര പരാതി സമിതിക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതലുള്ള വിവിധ സംഭവങ്ങളാണ് പരാതിയിലുള്ളത്. നേരിട്ടും ഫോണിലും വാട്സപ്പ് മുഖേനയും ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ഇടപെട്ടെന്നും പരാതിയിലുണ്ട്. പലപ്പോഴായി എതിരഭിപ്രായം അറിയിച്ചിട്ടും ചൂഷണം തുടർന്നതോടെയാണ് പരാതി നൽകുന്നതെന്നും വിദ്യാർത്ഥിനി വ്യക്തമാക്കി. അധ്യാപകൻ നേരത്തെ ജോലി ചെയ്തിരുന്ന PSMO കോളേജിലെ വിദ്യാർത്ഥിനികളും സമാന അനുഭവം പങ്കുവച്ചെന്ന് പരാതിയിൽ പറയുന്നു. തുടർന്ന് പരാതി പോലീസിന് കൈമാറി. അന്ന് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിണറായി സർക്കാരിന്റെ 1000 കോടി വനം കൊള്ളയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി തിരുനാവായ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പിണറായി സർക്കാരിന്റെ 1000 കോടി വനം കൊള്ളയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി തിരുനാവായ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം സെക്രട്ടറി രഘുപാൽ ഉദ്ഘാടനം ചെയ്തു. മറ്റ് രാഷ്ട്രീയക്കാരോ മുതിരുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ഇതിൽ പങ്കുണ്ട്. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് അവർക്കും ഇത്തരത്തിൽ പങ്കുണ്ട് എന്നാണ്. ഇല്ലെങ്കിൽ അവരും പ്രതിഷേധമായി ഇറങ്ങണ്ടേ? അപ്പോൾ ഇതൊന്നും BJPക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. BJP തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം AB ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പരിപാടി സുനീഷ് പിള്ളാർ, ജയരാജൻ, കൃഷ്ണൻ, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേപ്പുരം VR നായർ സ്മാരക ഗ്രന്ഥാലയം SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് M മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേപ്പുരം VR നായർ സ്മാരക ഗ്രന്ഥാലയം SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനമാവട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ, എന്ത് സംഘടനയാവട്ടെ, ഏത് തരത്തിലുള്ള സംഘടനയാവട്ടെ, അറിവിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അറിവിനെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് വിചാരിച്ചാൽ മതി. അല്ലാണ്ട് 10ാം ക്ലാസ്സിലെ 10A+ കിട്ടിയോ 9A+ കിട്ടിയോ എന്നുള്ളതൊന്നും ഒരു വലിയ കാര്യം അല്ല. നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു ഉപകരണം ഉണ്ടായാൽ തന്നെ മതി മാർക്ക് കിട്ടാൻ നമുക്ക് മനസ്സിലായി അല്ലേ? അറിവ് എന്ന് പറയുന്ന സാധനം ഇതിന്റെ ഉള്ളിലുണ്ട്. ഇഷ്ടംപോലെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ലോകത്തില്. അത് ഏത് കാലത്ത് എത്ര പഠിച്ചാലും കഴിയൂല അങ്ങനെ ഒരു സംഗതിയാണ്. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യന്മാരായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗ്രന്ഥാലയം പ്രസിഡന്റ് C മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TP രമേശ് സ്വാഗതവും രാധാ മാമ്പറ്റ, തങ്കം KV, അബ്ദുറഹ്മാൻ കുട്ടി എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഇലക്ട്രിസിറ്റി ഭേദഗതി ബില്ലിനെതിരെ താനൂരിൽ ഇലക്ട്രിസിറ്റി ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ത്യൻ ജനതയെ വീണ്ടും നിങ്ങൾ
കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഇലക്ട്രിസിറ്റി ബിൽ 2020 ജൂലൈ 27 സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് താനൂരിൽ ഇലക്ട്രിസിറ്റി ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഓഫീസ് പരിസരത്ത് നടന്ന പ്രകടനത്തിന് യൂണിയൻ സെക്രട്ടറി സുരേഷ് ബാബു, പ്രസിഡന്റ് ഷാജി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഖാദർ, ഡിവിഷൻ കമ്മിറ്റി അംഗം പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ഉണ്ണിയാൽ മേഖലയിൽ SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും RRT പ്രവർത്തനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകരെയും ഉണ്ണിയാൽ മേഖല മുസ്ലിം ലീഗ് ആദരിച്ചു. ഉണ്ണിയാൽ മേഖലയിൽ SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും ഉണ്ണിയാൽ മേഖലയിലെ RRT പ്രവർത്തനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മുനീർ മൗലവിയെയും കമ്മുട്ടകത്ത സലിയെയുമാണ് മേഖല മുസ്ലിം ലീഗ് ആദരിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാഫി ഇന്ദ്രമരുദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജിമോൾ, മെമ്പർ ഫാത്തിമ ടീച്ചർ, മേഖലാ പ്രസിഡന്റ് കമ്മുട്ടകത്ത മജീദ്, പുത്തമ്പുരയിൽ അക്ബർ, അൻവർ YP തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് 22,129 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,79,130 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.35 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 22,129 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 4,037 പേർക്കും, തൃശൂരിൽ 2,623 പേർക്കും, കോഴിക്കോട് 2,397 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 2,352, പാലക്കാട് 2,115, കൊല്ലം 1,914, കോട്ടയം 1,136, തിരുവനന്തപുരം 1,100, കണ്ണൂർ 1,072, ആലപ്പുഴ 1,064, കാസർഗോഡ് 813, വയനാട് 583, പത്തനംതിട്ട 523, ഇടുക്കി 400 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,79,130 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.35 ആണ്. റൂട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, ആന്റിജൻ എന്നിങ്ങനെയുള്ളവ ഉൾപ്പെടെ ആകെ 2,65,36,792 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 156 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,326 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 124 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും വന്നവരാണ്. 20,914 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 975 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 116 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,36,387 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. TPR 5 താഴെയുള്ള 73 പ്രദേശങ്ങളും, TPR 5-നും 15-നും ഇടയ്ക്കുള്ള 335 പ്രദേശങ്ങളും, TPR 10-നും 15-നും ഇടയ്ക്കുള്ള 355 പ്രദേശങ്ങളും, TPR 15-ന് മുകളിലുള്ള 271 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് കേരളത്തിലുള്ളത്. മലപ്പുറം ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 4,000 കടന്നു. 60 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലയിൽ 4,000-ന് മുകളിൽ വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 4,212 പേർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. മലപ്പുറം ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 4,000 കടന്നു. 60 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലയിൽ 4,000-ന് മുകളിൽ വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ മെയ് 27-ന് 4,212 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചിരുന്നത്. സമ്പർക്കത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും കൂടുതൽ പേരെ കഴിഞ്ഞ ദിവസങ്ങളിലായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 11 പേർക്കുൾപ്പെടെ 4,037 പേർക്കാണ് ചൊവ്വാഴ്ച ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചത്. 13.97% ജില്ലയിൽ രേഖപ്പെടുത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 3,925 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 40 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധയുണ്ടായത്. കൂടാതെ വിദേശത്തു നിന്നും ജില്ലയിലെത്തിയ 13 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 48 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1,483 പേർ കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണപ്പെട്ടതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 2,214 പേരാണ് ജില്ലയിൽ കോവിഡ് മുക്തരായത്. ഇതോടെ ജില്ലയിൽ രോഗം ഭേദമായവരുടെ എണ്ണം 3,67,426 ആയി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂർ നഗരസഭയിലെ വാക്സിൻ വിതരണത്തിലെ ക്രമക്കേട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട LDF കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. വാക്സിൻ അട്ടിമറിച്ചിൽ പ്രതിഷേധിച്ച BJP കൗൺസിലർമാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. വാക്സിൻ വിതരണത്തിൽ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയാണെന്ന് LDF BJP കൗൺസിലർമാർ. നമ്മൾ ഈ ഇടത്തെ കൈകൊണ്ട് ഫൈന് വാങ്ങുക, വലത്തെ കൈകൊണ്ട് കിറ്റ് കൊടുക്കുക, അത് മാത്രം തുടർന്നാൽ കോവിഡ് കാലത്ത് കിറ്റ് മാത്രമല്ല പണവും സർക്കാർ നൽകണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലാണ് കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം പറഞ്ഞത്. ജനങ്ങളുടെ കയ്യിൽ പണമാണ് ഇല്ലാത്തത്. പണം ജനങ്ങൾക്ക് നേരിട്ട് എത്തിക്കുമെന്നായിരുന്നു UDF വാഗ്ദാനമെന്നും കുഞ്ഞാലിക്കുട്ടി. +2 PHSC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. ഗവേഷക വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. ഹാരിസ് കോട്ടമ്പുഴയെയാണ് തേഞ്ഞിപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്.
സംസ്ഥാനത്ത് നിന്ന് 22,129 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,79,130 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ജില്ലയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 4,000 കടന്നു. 4,212 പേർക്കാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.